ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അങ്ങനെ ഇതാ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗ്. ഇന്നിതാ വീട്ടിലുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇതിൽ കുക്കിംഗ് ആണുള്ളത്. എൻ്റെ ബ്രദറും സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിന്നർ പ്രിപ്പറേഷനും പിന്നെ ലഞ്ച് ഉണ്ടാക്കലും അങ്ങനെ എല്ലാം കൂടിയിട്ടുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക. ഒരു ഹായ് എങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ഇതാ നമ്മളെ വീട്ടിലെ റംബുട്ടാനൊക്കെ ഒന്ന് പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികമൊന്നുമില്ല കേട്ടോ. കുറേയൊക്കെ മഴ പെയ്തപ്പോൾ കൊഴിഞ്ഞു പോയി, പച്ചയായിരിക്കുമ്പോൾ തന്നെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളത് ഇതാ പഴുത്തത് പറിച്ചെടുക്കുകയാണ്. ചിലതൊന്നും പഴുത്തിട്ടുമില്ല. എത്ര കുറച്ചാണെങ്കിലും നമ്മളെ വീട്ടിലത് ഉണ്ടാവുക എന്നുള്ളതൊരു പ്രത്യേക രസമാണ് അല്ലേ. പിന്നെ കൂടുതൽ പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഫ്രൂട്ടും കൂടിയാണ് കേട്ടോ ഈ റംബുട്ടാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിതാ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ മട്ടൻ ബിരിയാണിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് പോണത്. മട്ടൻ കറിയും പിന്നെ മട്ടൻ തലയും അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ മട്ടൻ കൊണ്ട് ബിരിയാണി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ പൊതുവേ മട്ടൻ അങ്ങനെ ഭയങ്കര ഇഷ്ടമൊന്നുമില്ല കേട്ടോ എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ വാങ്ങൽ കുറവാണ്. അവിടെ എൻ്റെ വീട്ടിൽ കൂടുതൽ പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. നമ്മളിപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ മട്ടൻ വേവിച്ചെടുക്കുകയാണ്. അതിനായിട്ട് മട്ടൻ നല്ലോണം ക്ലീനാക്കി ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല അത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി അതിലേക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു ബിരിയാണിയിൽ അത്യാവശ്യം നല്ലോണം തന്നെ മസാല ഉണ്ട് കേട്ടോ. അതായത് ഞാനിവിടെ 6 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. സവാള തന്നെ അത്യാവശ്യം വലുത്. അപ്പം മസാല അധികം വേണ്ടെങ്കിൽ അത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. രണ്ട് സവാള നല്ല നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മൂടി വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പച്ചമുളകും കൂടി ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് 3ഉം കൂടി പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് തക്കാളി ഒരു 5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനിടയിൽ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ച മട്ടനും റെഡിയായി. മട്ടൻ ഞാനിപ്പോൾ ഒരു 15 മിനിറ്റാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയതിനു ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ്, പിന്നെ മല്ലിയില, പുതിനയില അതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വേവിക്കുമ്പോൾ. ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൈം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോഴേക്കും ഇവിടെ വേറെ പാൻ എടുത്തിട്ട് അതിൽ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. സവാള നല്ല തിന്നായി കട്ട് ചെയ്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്യുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ദമ്മിടുകയാണ്. ഫസ്റ്റ് മസാല വെക്കുക, പിന്നെ അതിന് മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മേലേക്ക് നെയ്യ് ഫുള്ളായിട്ട് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ മല്ലിയിലയും പിന്നെ കുറച്ച് പുതിനയിലയും കൂടിയിട്ട്, പിന്നെ ഗരം മസാല, ലെമൺ ജ്യൂസ്, ഈ 4 സംഭവങ്ങളാണ് കേട്ടോ ദമ്മിടുമ്പോൾ എപ്പോഴും ഞാൻ ഇടാറുള്ളത്. ഇനി അതിന് മേലേക്ക് വീണ്ടും മസാല ഇട്ട് കൊടുക്കുക, പിന്നെ റൈസ് ഇട്ട് കൊടുക്കുക. വീണ്ടും അതേ സ്റ്റെപ്സ് തന്നെ ചെയ്യുക. ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് സവാള ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ ഇടുമ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് ബിരിയാണിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഉള്ളിൽ ചെറിയൊരു മധുരം വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ നിങ്ങൾ ചെയ്യലുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മളെ വീട്ടിൽ ഉമ്മയൊക്കെ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനിതുപോലെ ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ബിരിയാണിയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിത്
ഒന്ന് മിക്സ് ചെയ്തിട്ട് വിളമ്പാം. അങ്ങനെ ഇതാ നമ്മളെ മട്ടൻ ബിരിയാണിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. ഇനി നെക്സ്റ്റ് നമ്മളെ ഡിന്നർ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ എൻ്റെ ബ്രദറും ഫാമിലിയും സിസ്റ്ററും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അവർക്കുള്ള കുറച്ച് എന്തെങ്കിലും ഐറ്റംസൊക്കെ റെഡി ആക്കുകയാണ്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം പുറത്തെടുത്തൊക്കെ റെഡി ആക്കുകയാണ്. ഫസ്റ്റ് നമുക്ക് ലോഡഡ് ഫ്രൈസിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബോൺലെസ് ചിക്കൻ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈസ് മതി കേട്ടോ. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 2 ടീസ്പൂൺ സോയാ സോസ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒറിഗാനോ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ മയോണൈസ് റെഡിയാക്കുകയാണ്. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 2 മുട്ട, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ വിനീഗർ, 2 ചെറിയ പീസ് വെളുത്തുള്ളി, അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ 1 കപ്പ് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ചിലർ എഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്യാറുണ്ട് കേട്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് ഓയിലും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് തന്നെ കിട്ടും. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് റെഡിയാക്കുകയാണ്. ഈ ലോഡഡ് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ ലെയേഴ്സ് ആയിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ ഓരോന്നോരോന്ന് പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ നമുക്ക് സെറ്റ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. ഇത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിയതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. അതവിടെ റെഡി ആവട്ടെ. നമുക്ക് വേറെ സ്റ്റൗവിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ലോഡഡ് ഫ്രൈസ്. ചിക്കനും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും മയണൈസും അതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് അത്ര പണിയില്ല കേട്ടോ. ലാസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്താൽ മതി ഫുഡ് എടുക്കുന്നതിൻ്റെ കുറച്ച് ടൈം മുമ്പ്. അപ്പോൾ അതൊക്കെ അവിടെ ഫ്രൈ ആവട്ടെ. അതിനിടയിൽ നമുക്കിവിടെ കുറച്ച് കട്ടിങ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. സൂപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള നമ്മളിന്ന് ഗാർലിക് സൂപ്പാണ് റെഡിയാക്കുന്നത്. നമുക്ക് കുറച്ചധികം വെജിറ്റബിൾസ് വേണം കേട്ടോ. വെജിറ്റബിൾസ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ല ക്രീമി സൂപ്പാണിത്. പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് ജ്യൂസിനേക്കാളും സൂപ്പ് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 2 പൊട്ടാറ്റോ, പിന്നെ 2 സവാള, കുറച്ചധികം തന്നെ വെളുത്തുള്ളി വേണം, പിന്നെ സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില, അങ്ങനെ കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കുകയാണ്. ഇനി എല്ലാതും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൂപ്പാണ് കേട്ടോ ഇത്. ഞാനിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കലുണ്ട്. ഇവിടെ കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ, ഈ മഴയത്ത് ഗസ്റ്റൊക്കെ വരുമ്പോഴൊക്കെ കൊടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മളെ നോർമൽ ചിക്കൻ സൂപ്പിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഇത്. വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ലൊരു ക്രീമി സൂപ്പാണ്. ഇത് ഗാർലിക് സൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഗാർലിക്ക് കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്പ്രിംഗ് ഓണിയനും ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കുകയാണ്. ഞാനിപ്പോൾ ഇത് കുറച്ചധികം അളവിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാതും കുറച്ചധികം എടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ കുറച്ചൊരു 5-6 പേർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ 1 പൊട്ടാറ്റോ, പിന്നെ 1 സവാള, പിന്നെ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഒക്കെ കുറച്ച് മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം കുട്ടികളും എല്ലാവരും ഉണ്ട് കേട്ടോ. കുറച്ചധികം ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂപ്പിൻ്റെ അളവും കൂട്ടിയതാണ്.
എല്ലാവരും ഇതാ ഇവിടെ ഭയങ്കര കളിയിലാണ് കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇതാ ബാക്കി ഫ്രൈങ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ഇതാ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതൊക്കെ വീണ്ടും ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഓരോരോ ബാച്ചായിട്ടൊക്കെ ഇങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ സൂപ്പിൻ്റെ നെക്സ്റ്റ് പരിപാടി പറയുന്നത് ഞാനിപ്പോൾ ഇതാ ഒരു ബൗളിലേക്ക് 4 പീസ് ചിക്കൻ സ്റ്റോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 14 ഗ്ലാസ് നല്ല തിളച്ച വെള്ളം. ഇതിപ്പോൾ കുറച്ച് പേർക്ക് മതിയെങ്കിൽ 2 ചിക്കൻ സ്റ്റോക്കും പിന്നെ 7 ഗ്ലാസ് വെള്ളവും ആക്കിയാൽ മതി. ഇതിപ്പോൾ കുറച്ചധികം ആൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ അധികം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഇനി ഇതാ ഒരു പാനിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുക. 2 സവാളയാണല്ലോ നമ്മളെടുത്തത്. എല്ലാതും അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും വഴറ്റാനില്ല കേട്ടോ, ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കിയെടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നോക്കണം, നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ട് ഈ മറ്റേ സൂപ്പിലേക്ക്. അപ്പോൾ ചിക്കൻ സ്റ്റോക്കിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് ഇതാ സ്പ്രിംഗ് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് സോട്ട് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് ഗാർലിക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് നമ്മളെ പൊട്ടാറ്റോ എല്ലാം ചെറുതായിട്ടൊന്നിങ്ങനെ സോട്ട് ചെയ്തിട്ട് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്താൽ മതി കേട്ടോ. നെക്സ്റ്റ് ഇതാ മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാതും നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇതാ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്കാണ് ചേർക്കേണ്ടത്. നേരത്തെ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചില്ലേ, ആ ഒരു മിക്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതാ എല്ലാതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളച്ച് വരണം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു പാക്ക് കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് മതിയെങ്കിൽ ഈ ഫ്രഷ് ക്രീമിൻ്റെ ഹാഫ് പാക്ക് ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ അതെല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അതേ സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തതാണ്. ഇത് കട്ടി കുറവാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മളെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ബാക്കി പരിപാടികളൊക്കെ നമുക്ക് സെർവ് ചെയ്യുന്ന ടൈമിൽ ചെയ്യാം. നെക്സ്റ്റ് ഇതാ നമ്മൾ ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസാണ് കേട്ടോ. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും പിന്നെ കുറച്ച് ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇത് മൂന്നും കൂടി ഒരുമിച്ച് അങ്ങ് മിക്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈസി ആണല്ലോ. അപ്പോൾ അതാ കുറച്ചധികം തന്നെ സോസും ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവറുള്ള നല്ലൊരു അടിപൊളി സോസാണ് കേട്ടോ ഇത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കഴിച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ട്രേയിലാണ് നമ്മൾ ലോഡഡ് ഫ്രൈസ് സെറ്റ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇതാ നമുക്കിവിടെ റെഡിയാക്കി വെക്കാം. സ്ലൈസ് ചീസ് വേണം, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, മൊസറല്ല ചീസ്, പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസിൻ്റെ മിക്സ്. ഇനി ഇതെല്ലാം കൂടി സെറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇതാ ട്രേയിൽ ജസ്റ്റ് ഒന്ന് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കണം. അത്യാവശ്യം കുറച്ച് അധികം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ, നല്ല തിക്കായിട്ട് തന്നെ. അപ്പോൾ ഞാനിതാ 2 ട്രേയിലും ഒരുമിച്ച് തന്നെ അങ്ങോട്ട് ഫില്ല് ചെയ്യാണ്. നെക്സ്റ്റ് ലെയർ ആയിട്ട് ഇതാ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ചീസും തന്നെ കുറച്ച് തിക്കായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ട്. അതിന് മേലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ വല്ലാതെ ക്രിസ്പി ആയി പോകരുത് കേട്ടോ, ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇതാ നല്ലൊരു ജ്യൂസി ആയിട്ടുണ്ടാവണം. പിന്നെ അതിന് മേലേക്ക് ഇതാ നമ്മളെ മയോണൈസും പിന്നെ
ടൊമാറ്റോ സോസും ഒറിഗാനോയും കൂടിയിട്ടുള്ള ഒരു മിക്സില്ലേ അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിന് മേലേക്ക് നമുക്ക് സ്ലൈസ് ചീസ് വെക്കാം. സ്ലൈസ് ചീസിൻ്റെ മേലായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, കുറച്ച് മൊസറല്ല ചീസ് എല്ലാതും ഞാനിതാ മേലെ ഒന്നും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ലോഡഡ് ഫ്രൈസ് ഫുൾ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഈ നെക്സ്റ്റ് നമ്മൾ ക്രൂട്ടോൺസ് ആണ് റെഡിയാക്കാനായിട്ട് പോണത്. നമ്മൾ സൂപ്പ് സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ബ്രെഡ് ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്ക്വയർ പീസാക്കിയിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഓരോ സൂപ്പ് ബൗളിലും സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിനായിട്ട് ഇതാ അതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ്. ബ്രെഡൊക്കെ ഇതാ എനിക്ക് ഫെല്ലുണ്ട് കേട്ടോ കട്ട് ചെയ്ത് തരുന്നത്. എന്നെ ഹെൽപ്പ് ചെയ്യാനും ഇവിടെ വേറൊരാളുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ബട്ടറും പിന്നെ കുറച്ച് ഒലിവ് ഓയിലും ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ക്രിസ്പി ആക്കി എടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് പീസസൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇവിടെ ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് സൂപ്പൊക്കെ സെർവ് ചെയ്യാം. നല്ല ക്രീമി സൂപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിതാ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രൂട്ടോൺസും കൂടി ആഡ് ചെയ്യാം. ക്രൂട്ടോൺസ് റെഡിയാക്കുമ്പോൾ കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് റെഡിയാക്കിയാൽ മതി. നല്ലൊരു ക്രീമി സൂപ്പിൻ്റെ കൂടെ ചെറിയൊരു ക്രഞ്ചിനെസ്സും കൂടി ഉണ്ടാകുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറയലും ഒക്കെയാണ് കേട്ടോ. ബ്രദറും ഫാമിലിയൊക്കെ അവിടെ പൊന്നാനിയിൽ നിന്ന് വന്നതാണ്. പിന്നെ സിസ്റ്റർ റിയ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. അപ്പോൾ റിയയും എല്ലാവരും വന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ നമ്മൾ ഫുഡ് എടുക്കുകയാണ്. ഇതാ നമ്മുടെ ലോഡഡ് ഫ്രൈസും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് എക്സ്ട്രാ ബ്രോസ്റ്റും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. റെസിപ്പീസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടമാവും. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങൾ കമൻസൊക്കെ പറയുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.